ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നായിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇന്ന് ഈ ഒരു റീഡിങ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയോടും നിങ്ങളോടുമുള്ള ഫീലിങ്സും ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ആരും ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ എനർജി ചെക്ക് ചെയ്യുന്ന സമയത്ത് ദി വേൾഡ് കാർഡാണ് വന്നത്. അതായത് ഒരു കംപ്ലീഷന്റെ എനർജിയാണ്. അതായത് മേ ബി നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ വലിയൊരു സൈക്കിൾ ആയിരിക്കാം ഈ ഒരു സമയം എൻഡ് ആയിട്ടുള്ളത്. അതൊരു കർമ്മ സൈക്കിൾ ആയിരിക്കാം. അപ്പം ആ ഒരു സൈക്കിൾ എന്താണെന്നുള്ളത് നോക്കുമ്പോൾ കാണുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷൻ അത് മേ ബി എൻഡ് ആയതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു കംപ്ലീഷനിലേക്ക് എത്തിയതായിരിക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ കാർഡ്സ് എടുക്കുമ്പോൾ അതിന്റെ ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതാണ്. എന്തായാലും നിങ്ങളുടെ പേഴ്സന്റെ ഒരു ലൈഫ് സൈക്കിൾ എൻഡ് ആയതായിട്ട് കാണുന്നു. അത് മേ ബി നിങ്ങളുമായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ളതായിരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ നോക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഇവിടെ നമ്മൾ നോക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ആദ്യമേ വരുന്ന കാർഡ്സ് എല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളായിരിക്കാം. അപ്പം നമ്മൾ അവസാനം റീഡ് ചെയ്ത് വരുന്നതായിരിക്കാം ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ. അപ്പം ഇപ്പോൾ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നുള്ള രീതിയിലാണ് ഞാൻ റീഡ് ചെയ്ത് പോകുന്നത്. അപ്പം മേ ബി നിങ്ങളുടെ പേഴ്സണ് അപ്പം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മേ ബി ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ നടന്ന കാര്യമായിരിക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ പേഴ്സണ് ലൈഫിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിൽ രണ്ട് പാർട്ട്ണർ ഉണ്ടായിരുന്നു. ഒന്ന് നിങ്ങളും ഒരു നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണല്ലോ നോക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം കാർഡ്സ് വായിക്കാനായിട്ട്. അപ്പം ഈ ഒരു പേഴ്സണ് നിങ്ങളെയും തേർഡ് പാർട്ടിയെയും വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്തിരുന്നു ഒരു സമയത്ത്. അവർക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിച്ചില്ല. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സാധിച്ചില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുത്ത് പോയ ഒരു വ്യക്തി ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. മൈൻഡിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ആ ഒരു വ്യക്തിക്ക് ഒരു ഓപ്ഷൻ വന്ന സമയത്ത് നിങ്ങളെയും അവരെയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി. അപ്പൊ നോക്കിയപ്പോൾ ആ ഒരു വ്യക്തിക്ക് ആ ഒരു ഡിസിഷനിലേക്ക് ആ ഒരു വ്യക്തി എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ ഒരു ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോയ വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. കൂടുതൽ കാർഡ്സ് എടുക്കുമ്പോൾ നമുക്ക് അതിനുള്ള ക്ലാരിറ്റി കിട്ടുന്നതാണ്. വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആ ഒരു വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. നമുക്ക് രണ്ട് കാർഡ്സും എഗെയിൻ കൺഫർമേഷൻ ആണ്. 2 ഓഫ് പെന്റക്കിൾസ് ആൻഡ് 2 ഓഫ് സോർഡ്സ് ആണ്. ഇത് രണ്ട് മൈൻഡിന്റെ കൺഫ്യൂഷനാണ്. അപ്പോൾ അവർക്ക് വ്യക്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളതിന്റെ ഒരു കൺഫ്യൂഷനാണ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് ഒരു ഡിസിഷൻ എടുക്കാനോ മൈൻഡിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കൺഫ്യൂഷന്റെ ടൈമിൽ ആ ഒരു വ്യക്തി പെട്ടെന്നൊരു ഡിസിഷൻ എടുത്തായിരിക്കാം. അതായത് ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ആ ഒരു ഭ്രമമുള്ള സമയത്ത് ആ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടി. അപ്പോൾ പെട്ടെന്നായിരിക്കാം ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് ഒരു ഡിസിഷൻ എടുത്ത് മൂവ് ഓൺ ചെയ്തത്. അപ്പൊ അതാണ് കാണുന്നത്. അപ്പൊ അത് കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോവുകയും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആ ഒരു വ്യക്തി ഒരു മായാലോകത്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റിയില്ല. ഇവിടെ ആ ഒരു വ്യക്തി പോയിരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കാർമിക് സൈക്കിൾ ആയിരുന്നു. അതാണ് ഇപ്പോൾ എൻഡ് ആയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
അതിപ്പോൾ ആ ഒരു പേഴ്സന്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഈ ഒരു സ്പ്രെഡ് നമ്മൾ വായിച്ചു വരുന്നതെല്ലാം അവരുടെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിന്റെ കാരണമെന്ന് പറയുന്നത് ആ ഒരു ഓപ്ഷൻ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ ഒരു സമയത്ത് വന്നതെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടിയിരുന്ന ഒരു കർമ്മയായിരിക്കാം. അപ്പോൾ അതൊരു കാർമിക് സൈക്കിളാണ്. ആ ഒരു വ്യക്തി പോവേണ്ടിയിരുന്ന ഒരു സൈക്കിളായിരുന്നു അത്. മേ ബി അത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ഒരു കർമ്മയായിരിക്കാം. അപ്പോൾ തേർഡ് പാർട്ടിയുടെ വലയത്തിൽ നിന്നതും എല്ലാം തന്നെ അതൊരു കർമ്മയായിരിക്കാം. അപ്പം എന്തായാലും ആ ഒരു കർമ്മ സൈക്കിളിലൂടെ പോയത് കൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സിറ്റുവേഷൻ എല്ലാം ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നത് എന്നുള്ളതാണ് കാണുന്നത്. അത് മേ ബി ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ രൂപത്തിലായിരിക്കാം. ആദ്യമായിട്ട് ഇവർ തമ്മിൽ മീറ്റ് ചെയ്തത് ഇവർ തമ്മിൽ ആദ്യമേ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടായിരിക്കാം സ്റ്റാർട്ട് ചെയ്തത് റിലേഷൻഷിപ്പ്. അപ്പൊ അങ്ങനെ ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നു. എന്തായാലും അതൊരു കാർമിക് സൈക്കിൾ ആയിരുന്നു. നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ വന്ന ആ ഒരു കാർമിക് സൈക്കിൾ എന്തായിരുന്നു എന്നുള്ളത്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ഇവിടെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന ആ ഒരു കാർമിക് സൈക്കിൾ എന്ന് പറയുന്നത് മേ ബി നിങ്ങളുടെ പേഴ്സന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മേ ബി ഈ ഒരു പേഴ്സന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ ഇവർ ഒരേ വർക്ക് പ്ലേസിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരുപാട് നാളത്തെ പരിചയം ഉണ്ടായിരിക്കാം. എന്തായാലും ഫിനാൻഷ്യലി ഒരുപാട് ഇടപാടുകൾ ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, അതായത് അവരുടെ ഈ ഒരു പേഴ്സന്റെ ലൈഫിലെ ഒരുപാട് കാര്യങ്ങൾ തേർഡ് പാർട്ടിയോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിലുണ്ടായ ആ ഒരു വഴക്കുകളും എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ട്രെസ്സുകളാണെങ്കിലും വഴക്കുകളാണെങ്കിലും എല്ലാം ഈ ഒരു തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് വിഷം കുത്തിവെച്ച ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. അതായത് ഒരുപാട് നെഗറ്റീവ്സ് ഈ ഒരു പേഴ്സന്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം. അങ്ങനെ നിങ്ങളെ തമ്മിൽ പിരിച്ച ഒരു തേർഡ് പാർട്ടി ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പല പല നിങ്ങളുടെ ഓരോ കുറ്റങ്ങളാണേലും കുറവുകളാണേലും എല്ലാം ഈ ഒരു തേർഡ് പാർട്ടി നിരത്തിയിട്ടുണ്ടായിരിക്കും. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും തേർഡ് പാർട്ടിയോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുടെ ആവശ്യം എന്ന് പറയുന്നത് നിങ്ങളെ രണ്ടും സെപ്പറേറ്റഡ് ആക്കുക എന്നുള്ളതായിരുന്നു. തേർഡ് പാർട്ടി നിങ്ങളുടെ സ്റ്റോറി എല്ലാം കേട്ടതിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ ഒരു സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞ്, അതായത് ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷം കുത്തിവെച്ച ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞു കാണും, എനിക്ക് ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ ആളുകളെ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു പേഴ്സൺ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ എല്ലാ കാര്യങ്ങളും തേർഡ് പാർട്ടിയോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചു, എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും മുന്നോട്ട് പോകുന്നില്ല, എന്നും ഞങ്ങൾ തമ്മിൽ വഴക്കാണ്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടത്ര ഒരു പരിഗണന കിട്ടുന്നില്ല, സ്ട്രെസ്സാണ്, ഡിപ്രഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പം ആ ഒരു രീതിയിൽ തേർഡ് പാർട്ടി ഓരോ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റഡ് ആക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ നെഗറ്റീവ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുത്തിവെച്ചതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ അടിത്തറ തന്നെ ഇളകുന്നതിന് കാരണമായി എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടി നിമിത്തമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രയധികം പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ആയതും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അടിത്തറ തന്നെ ഇളകി പോകാൻ ഇടയായതും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിമിത്തമാണ്, ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടലുകൾ നിമിത്തമാണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇത്രയും നോക്കിയത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഇനി അവർ തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സും നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. യൂണിവേഴ്സിന്റെ പേഴ്സന്റെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ.
ഇവിടെ ഹൈ പ്രീസ്റ്റസ് വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ട്രാപ്പ് ആണെന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി അവർക്ക് ഒരു ഫ്രീഡവും കാണില്ല. അപ്പം എല്ലാ കാര്യങ്ങളും തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന്റെ പേരിൽ ഈ തേർഡ് പാർട്ടി ഇവരെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പം തേർഡ് പാർട്ടി ഇവരെ ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവർക്കൊന്നും അനങ്ങാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയാണ് കാണുന്നത്. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണുള്ള ഫീലിങ്സ് നോക്കാം. അവരിപ്പോൾ സഹിച്ചു നിൽക്കുകയാണെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഉള്ള ഫീലിങ്സ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഡിപ്രഷനിലാണ്. അവർക്ക് ചെയ്ത തെറ്റുകളെ കുറിച്ചുള്ള കുറ്റബോധമാണ്. കാരണം നിങ്ങളോട് ചെയ്തതിന്റെ കർമ്മയാണ് ആ ഒരു പേഴ്സൺ അനുഭവിക്കുന്നതെന്ന് ഇപ്പോൾ ആ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ വല്ലാത്ത ഒറ്റപ്പെടലാണ്. ആരോടും തന്റെ സങ്കടങ്ങളൊന്നും ഷെയർ ചെയ്യാനില്ലാതെ ആ ഒരു പേഴ്സൺ വിഷമിക്കുന്നതാണ് കാണുന്നത്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങളോട് ചെയ്തതിന്റെ കർമ്മ അനുഭവിക്കുകയാണെന്നുള്ളതിന്റെ ഒരു ബോധ്യം നിങ്ങളുടെ പേഴ്സണുണ്ട്. ഈ ഒരു പേഴ്സൺ ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. എന്തായാലും തേർഡ് പാർട്ടിയോട് ഒരു ഫീലിങ്സും ഉള്ളതായിട്ട് കാണുന്നില്ല. തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സണുള്ള ഫീലിങ്സ്. നിങ്ങളുടെ പേഴ്സൺ ഒരു ബൗണ്ടറീസ് കീപ്പ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് തേർഡ് പാർട്ടിയുമായിട്ട്. എന്തായാലും വളരെയധികം ക്ഷമയോടുകൂടി ഈ ഒരു പേഴ്സൺ ഒരുപാട് ക്ഷമ എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും വളരെയധികം ക്ഷമയോടുകൂടി തന്റെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കാണുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് വളരെയധികം സങ്കടത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം ഇമോഷണലി വളരെയധികം വീക്കാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം ആ ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അപ്പം അവര് തമ്മിലൊരു ബൗണ്ടറീസ് കീപ്പ് ചെയ്തായിരിക്കാം ഇപ്പോൾ നിൽക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഒരു ഡിറ്റാച്ച്ഡ് എനർജിയാണ് തേർഡ് പാർട്ടിയിൽ നിന്ന്. എന്തായാലും ആ ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒരു അറ്റാച്ച്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ അവർ തമ്മിൽ ഉണ്ട് എന്നുള്ളത് കാണുന്നില്ല. ഹെർമിറ്റാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ തനിച്ചിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ ആ ഒരു പേഴ്സന്റെ ആ ഒരു കംഫർട്ട് സോണിലോട്ട് തേർഡ് പാർട്ടിയെ കടത്തുന്നില്ലായിരിക്കാം. മേ ബി അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ആണെങ്കിലും ആ ഒരു വ്യക്തി തനിച്ചിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം അവർ തമ്മിലൊരു ഡിറ്റാച്ച്ഡ് എനർജിയാണ്. അപ്പം തനിച്ചിരുന്നിട്ട് നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഒരുപാട് കുറ്റബോധം തോന്നുന്നത്. ടെൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ്. വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ്ങിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്. അതായത് ആ ഒരു സൈക്കിൾ ഓൾറെഡി എൻഡ് ആവുകയാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള. അപ്പൊ ആ ഒരു സൈക്കിൾ എൻഡ് ആവുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ ഒരുപാട് അനുഭവിക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ടെൻ ഓഫ് സോർട്സ് ആണ്. അപ്പം വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ. ഇപ്പം ഇപ്പോൾ ആ ഒരു പേഴ്സന്റെ ഹാർട്ടിൽ 3 വാളുകൾ കുത്തിയിറക്കിയാൽ എത്ര പെയിൻ ഉണ്ടാവും, ആ ഒരു പെയിനിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ വലയത്തിലാണെങ്കിലും അത് ഓൾറെഡി എൻഡ് ആവുന്നതാണ്. അത് വേൾഡ് കാർഡാണ്. ഓൾറെഡി കംപ്ലീഷൻ എനർജിയാണ്. അപ്പം ആ ഒരു എൻഡ് ആവുന്ന സമയത്ത്, നമ്മുടെ ലൈഫിൽ ഒരു സൈക്കിൾ ഉണ്ടാവുന്ന സമയത്ത്, ആ ഒരു സൈക്കിൾ, ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. അപ്പൊ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പൊ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷന്റെ അവസാനം നമുക്കൊരു പുതിയ ഒരു തുടക്കമാണ് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സന്റെ ലൈഫിലെ കഷ്ടകാലം പിടിച്ച സമയങ്ങളൊക്കെ എൻഡ് ആവുകയാണ്. അപ്പൊ ആ ഒരു പേഴ്സൺ വിശ്വസിക്കുകയാണ് ഇനി എന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമായിരിക്കാം ഉണ്ടാകുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നോക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് കാർഡും ടെൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, ടെൻ ഓഫ് സോർട്സിന്റെ എനർജിയാണ്. അതായത് ഒരു പെയിൻഫുൾ എൻഡിങ് ആണ് ആ ഒരു പേഴ്സന്റെ ലൈഫിൽ നടക്കുന്നത്. ഒരുപാട് മുറിവുകളുണ്ട്, ഒരുപാട് ഉണങ്ങാത്ത മുറിവുകളുണ്ട്. അപ്പം എന്തായാലും ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഒരു ക്രൈസിസ് നേരിടുകയാണ്. മേ ബി നിങ്ങളുടെ പേഴ്സൺ വിശ്വസിച്ച തേർഡ് പാർട്ടി തന്നെ ഈ ഒരു പേഴ്സണെ
ചതിച്ച ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. എന്തായാലും ഇപ്പോൾ ഈ ഒരു സഹനത്തിന്റെ സമയത്തും ആ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ ഒരു പ്രതീക്ഷ വയ്ക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അതായത് നിങ്ങളുടെ ലൈഫും, അതായത് നിങ്ങളുടെ ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി റിന്യൂ ചെയ്യണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു പ്രതീക്ഷ വയ്ക്കുകയാണ്. അതിന്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷനാണ്. ആ ഒരു സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡായി പോവാത്തത്. ഡിവൈൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ള ബന്ധമാണ് നിങ്ങളുടേത്. അപ്പം ആ ഒരു സോൾമേറ്റ് കണക്ഷൻ നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു ഈ ഒരു സമയത്ത്, നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുന്ന സമയത്ത്. അതായത് നിങ്ങൾ തന്നെയാണ് അവരുടെ പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് ആ ഒരു വ്യക്തി തിരിച്ചറിയുന്ന ഒരു സമയമാണ്. കാരണം അതിൻ്റെ റീസൺ എന്താണെന്നാൽ അവർ ഇപ്പോൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അനുഭവത്തിൻ്റെ സമയത്തും നിങ്ങൾ എന്നുള്ള വ്യക്തിയുമായിട്ടുള്ള ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, അതിലൊരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. നിങ്ങൾ തന്നെയായിരുന്നു പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് വിശ്വസിക്കുന്നു. യെസ്, നമുക്ക് അഗെയിൻ കൺഫർമേഷനാണ്. 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ആള് നിങ്ങളിൽ തന്നെ സ്റ്റക്കാണിപ്പോൾ. അതായത് നിങ്ങളെ വിട്ടുകളയാനായിട്ട് ഒരുക്കമല്ല ഈ ഒരു വ്യക്തി. അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളോട് അവർക്കൊരു സോൾ കണക്ഷനാണ് ഫീൽ ചെയ്യുന്നത്. കാരണം അവർ ആ ഒരു സിറ്റുവേഷൻ, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞതും നിങ്ങളോടൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതും. ഇനി എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അങ്ങനെ പെട്ടെന്ന് അവസാനിച്ച് പോകുന്നതല്ലെന്ന് മനസ്സിലാക്കിയതും എല്ലാം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു കാർമിക് എനർജീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിങ്ങളുടെ പേഴ്സൺ എത്രയും വാല്യൂ കൊടുക്കില്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുന്നോട്ട് പോകില്ലായിരുന്നു. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞത് ആ ഒരു സിറ്റുവേഷൻ ലൈഫിൽ വന്നതുകൊണ്ട് തന്നെയാണ്. എന്തായാലും നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു. നിങ്ങൾ തന്നെയാണ് അവരുടെ പാർട്ട്ണർ എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ കാണുന്നത്. ആ ഒരു വ്യക്തിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു സ്റ്റാർ കാർഡ് കിട്ടിയതുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ പ്രതീക്ഷ കൊടുത്ത് നിൽക്കുകയാണ്. ആ ഒരു പ്രതീക്ഷ എന്തെന്നാൽ ആ ഒരു ഹാപ്പി ഫാമിലി ലൈഫ്, അതായത് വളരെയധികം സന്തോഷമുള്ള, അതായത് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ അവരുടെ ലൈഫിൽ, അതായത് ഒരു കംഫർട്ട് സോണായിരിക്കാം നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ. അപ്പം അത് തിരിച്ചറിയുന്നു ഈ ഒരു വ്യക്തി. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. മേ ബി ഈ ഒരു വ്യക്തിയുടെ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തന്ന് ഈ റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും നിങ്ങളുടെ ചിന്തകളാണ് ഈ ഒരു സമയം അവരുടെ മൈൻഡിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ ഒരു റീഡിംഗ് റെസൊനേറ്റ് ആവുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇവിടെ ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളോടാണ് ഈ ഒരു വ്യക്തിക്ക് ഫീലിങ്സ് ഉള്ളത്. തേർഡ് പാർട്ടിയുമായിട്ട് ഓൾറെഡി ഒരു കംപ്ലീഷൻ്റെ എനർജിയാണ് ആ ഒരു സൈക്കിൾ. ഇനി നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള സോൾ മെസ്സേജും കൂടെ നോക്കട്ടെ. ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത് എംപ്രസ് ആയിട്ടാണ്, അതായത് അവരുടെ രാജകുമാരിയെ പോലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിലൊരു പ്രതീക്ഷ വെക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അവരുടെ സോൾ മെസ്സേജ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം. ഇത്രയും നാൾ അവർ അരുതാത്തതെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റിസ് അർഹിക്കുന്നവരാണ് എന്നുള്ളൊരു തോന്നൽ ആ ഒരു പേഴ്സന്റെ മൈൻഡിൽ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം എന്നുള്ളത് ആഗ്രഹിക്കുന്നു. വളരെയധികം നഷ്ടബോധമാണ്. കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർ ഒരുപാട് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് പാസ്റ്റിനെ ഓർത്ത് ആ ഒരു വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്.
നിങ്ങളെ മനഃപൂർവ്വം നഷ്ടമാക്കിയതിൽ ഈ ഒരു പേഴ്സൺ വിഷമിക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ മോഡിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ അവസാനിച്ചു പോയ ആ ഒരു റിലേഷൻഷിപ്പിന് റീബർത്ത് വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുകളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുക്കമല്ല. നിങ്ങളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. കാരണം നിങ്ങൾ ആ ഒരു പേഴ്സന്റെ കയ്യിലിരിക്കുന്ന നിധി മറ്റാരെങ്കിലും തട്ടിയെടുക്കുമോ എന്നുള്ള ഭയത്താൽ ആ ഒരു പേഴ്സൺ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയത് കൊണ്ട് തന്നെ ഇതിനോടകം നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫേഴ്സ് എന്തെങ്കിലും വന്ന് കാണുമോ എന്നുള്ള ഭയമായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ നഷ്ടമാകുമോ എന്നുള്ള ഭയത്താല് നിങ്ങളെ വിട്ടുകളയാനായിട്ട് ഈ ഒരു വ്യക്തി ഒരുക്കമല്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പം ഇതായിരുന്നു അവരുടെ സോൾ മെസ്സേജ്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസും കൂടെ നോക്കാം. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ആ ഒരു പേഴ്സൺ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അതാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ എനർജിയും 4 ഓഫ് പെന്റക്കിൾസ് ആണ്. രണ്ടുപേരെയും വിട്ട് കളയാൻ ഒരുക്കമല്ല എന്നുള്ളതാണ് കാണുന്നത്. രണ്ടുപേർക്കും രണ്ടുപേരും നഷ്ടമാകുമോ എന്നുള്ള ഭയം ഉള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോ ആ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭയമുണ്ട് ആ ഒരു വ്യക്തി നഷ്ടപ്പെട്ടു പോകുമോ. അതുകൊണ്ട് സങ്കടം ഒരുപാടുള്ളതായിട്ട് കാണുന്നു. അപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിങ്ങൾ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ മൂൺ കാർഡ് ആൻഡ് 5 ഓഫ് പെന്റക്കിൾസ് ആണ്. ഈ രണ്ട് എനർജിയിലും നിങ്ങളുടെ മനസ്സിന്റെ പേടികളാണ്, അല്ലെ നിങ്ങളുടെ മനസ്സിന്റെ സ്ട്രെസ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു വരണം എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇപ്പോൾ തരാനുള്ള അഡ്വൈസ്. നിങ്ങൾ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കുക.